School family. അപ്പോൾ അതാ നമ്മുടെ CUT എക്സാംസിന് വേണ്ടിയിട്ട് ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി കുറേ ചോദ്യങ്ങളൊക്കെ മിസ്സിന്റെ മക്കൾ ആദ്യം തന്നെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആണ് എന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം എന്ന് പറഞ്ഞാല് the product formed upon heating methyl bromide. മക്കളെ ഓരോ ക്വസ്റ്റ്യനും നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിക്കുക. അപ്പൊ നമ്മൾ വായിക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ആകെ മാറിപ്പോവും, ഫുൾ തെറ്റിപ്പോവും. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ വരും അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് മീഥൈൽ ബ്രോമൈഡ് ആണ്. സോ മീഥൈൽ ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ CH3Br തന്നിട്ടുണ്ട്. വിത്ത് പൊട്ടാസ്യം ടെറിഷ്യറി ബ്യൂട്ടോക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. പൊട്ടാസ്യം ടെറിഷ്യറി ബ്യൂട്ടോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ടെറിഷ്യറി ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നമുക്കറിയാം CH3 ആണ്. ഇനി ടെറിഷ്യറി ബ്യൂട്ടോക്സൈഡ് ആണ്, പൊട്ടാസ്യം ടെറിഷ്യറി ബ്യൂട്ടോക്സൈഡ്. ഇപ്പോൾ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ O, പിന്നെ പൊട്ടാസ്യം ഉണ്ട്, അപ്പോൾ K അല്ലെ. സോ ഇതാണ് നമ്മുടെ പൊട്ടാസ്യം ടെറിഷ്യറി ബ്യൂട്ടോക്സൈഡ്. ഇവനെ നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് സാമ്യമുണ്ടോ? യെസ്, നമ്മുടെ സോഡിയം ആൽക്കോക്സൈഡ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, നമ്മുടെ പൊട്ടാസ്യത്തിന്റെ ആളാണ്. സോഡിയം ആൽക്കോക്സൈഡ് എന്താ? NaOR അല്ലേ നമ്മൾ കൊടുക്കുക. അതിന് പകരം ഇവിടെ പൊട്ടാസ്യം ആണ്. സോഡിയത്തിന് പകരം ഇവിടെ പൊട്ടാസ്യം ആണ്. പിന്നെ O ഉണ്ട്, പിന്നെ നമ്മുടെ R ഗ്രൂപ്പും ഉണ്ട് അല്ലെ, നമ്മുടെ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, സോ ഇയാളെ നിങ്ങൾ എവിടെയാണെങ്കിലും കണ്ടിട്ടുള്ളത്? ആരിനെ? നമ്മുടെ സോഡിയം ആൽക്കോക്സൈഡിനെ അല്ലെ, NaORനെ നിങ്ങൾ എവിടെയാ കണ്ടിട്ടുള്ളത്? യെസ്, നമ്മുടെ വില്യംസൺ സിന്തസിസ് ഓഫ് ഈതേഴ്സ്. വില്യംസൺ സിന്തസിസ് ഓഫ് ഈതറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈതർ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വില്യംസൺ സിന്തസിസ് ഓഫ് ഈതർ. പഠിച്ചത് ഓർമ്മയുണ്ടാവും. വില്യംസൺ സിന്തസിസ് ഓഫ് ഈതർ അല്ലെ. വില്യംസൺ സിന്തസിസ് ഓഫ് ഈതർ മക്കൾ പഠിച്ചിട്ടുണ്ട്. വില്യംസൺ സിന്തസിസ് ഓഫ് ഈതറിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? യെസ്, നമ്മൾ ആൽക്കൈൽ ഹാലൈഡിനെ റിയാക്ട് ചെയ്തു. ആരുമായിട്ട്? സോഡിയം ആൽക്കോക്സൈഡ്, NaOR. ദിസ് ഈസ് സോഡിയം ആൽക്കോക്സൈഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈതർ കിട്ടും അല്ലെ. ഈതർ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? യെസ്, ഇവിടത്തെ ആറും ഇവിടത്തെ ORും കൂടെ ROR ഈതർ കിട്ടി. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാടാ? Na ഉണ്ട്, X ഉണ്ട്, അപ്പൊ അത് NaX ഈതർ. ഇതാണ് നമ്മുടെ വില്യംസൺ സിന്തസിസ് ഓഫ് ഈതർ. അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഇവിടെയും നിങ്ങൾക്ക് ഒരു ആൽക്കൈൽ ഹാലൈഡ് തന്നിട്ടുണ്ട്. ആൻഡ് സോഡിയം ആൽക്കോക്സൈഡിന് പകരം ഇവിടെ പൊട്ടാസ്യം ആൽക്കോക്സൈഡ് ആണ് തന്നിട്ടുള്ളത്. സോഡിയത്തിന് പകരം പൊട്ടാസ്യം ആണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. സോഡിയം ആൽക്കോക്സൈഡിന് പകരം നിങ്ങൾക്ക് പൊട്ടാസ്യം ആൽക്കോക്സൈഡ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രൊഡക്റ്റ് എന്താണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വില്യംസൺ സിന്തസിസ് ഓഫ് ഈതർ ആണ്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു ഈതർ ആയിരിക്കും. നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ഫുൾ ഈതർ ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈതറാണ് പ്രൊഡക്റ്റ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടെത്തിയാലോടാ? യെസ്, പ്രൊഡക്റ്റ് കണ്ടെത്താം. അപ്പൊ ആദ്യം തന്നിട്ടുള്ളത് എഴുതിക്കോ. CH3Br തന്നിട്ടുണ്ട്, പ്ലസ് CH3 ഓക്കെ അല്ലെ. പൊട്ടാസ്യം ടെറിഷ്യറി ബ്യൂട്ടോക്സൈഡും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാ എഴുതുക? പ്രൊഡക്റ്റ് എഴുതാനുള്ള വഴി എന്താ? ഇവിടത്തെ മീഥൈൽ ഗ്രൂപ്പിനെ പിടിക്കുക. ആൻഡ് ഇവിടെ നിന്ന് ഈ ഒരു CH3O ഇത്രയും പിടിക്കാം അല്ലെ. ഇനി പൊട്ടാസ്യം ബ്രോമിനും കൂടെ KBr കിട്ടും. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് എഴുതിക്കോ. CH3 പിന്നെ എന്തുണ്ട്? ഇവിടെ ഓക്സിജൻ ഉണ്ട്, O. ആൻഡ് അടുത്തതില് ഇവിടെ CH3 ഉണ്ട് അല്ലെ. ഒരു CH3 ഇവിടെ കൊടുക്കാം. ഓക്കെ, സിവിന്റെ പേരെന്താ? യെസ്, ഇവിടെ ടെറിഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പും വന്നിട്ടുണ്ട് അല്ലെ. സോ ദിസ് ഈസ് ടെറിഷ്യറി ബ്യൂട്ടൈൽ മീഥൈൽ
ഈതർ. ടെറിഷറി ബ്യൂട്ടൈൽ മീഥൈൽ ഈതർ ആണ് അല്ലെ. ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഈതർ ആണ്. സോ ദിസ് ഇസ് ടെറിഷറി ബ്യൂട്ടൈൽ മീഥൈൽ ഈതർ. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഓരോ റിയാക്ഷൻസ് പഠിച്ചാലാണ് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വില്യംസൺ സിന്തസിസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മിസ് പറഞ്ഞു തരുന്നുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട് ഗീവ്സ് പോസിറ്റീവ് ടോളറൻസ് ടെസ്റ്റ് ബട്ട് നെഗറ്റീവ് ഫെലിങ്സ് ടെസ്റ്റ്? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 4 ആൾക്കാരെ തന്നിട്ടുണ്ട്. അതിൽ ടോളറൻസ് ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കുന്നതും എന്നാൽ ഫെലിങ്സ് ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ട് തരുന്നതും ആയിട്ടുള്ള ആൾ ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ആരെയൊക്കെ മക്കളെ തന്നിട്ടുള്ളത്? അസറ്റാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്, അസറ്റോഫിനോൺ, അസറ്റോൺ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട നോളജ് എന്താണ്? യെസ്, എന്താണ് ടോളറൻസ് ടെസ്റ്റ്, എന്താണ് ഫെലിങ്സ് ടെസ്റ്റ് എന്ന് നന്നായിട്ട് അറിയണം അല്ലെ. എന്താണ് ടോളറൻസ് ടെസ്റ്റ്, എന്താണ് ഫെലിങ്സ് ടെസ്റ്റ് എന്ന് നമുക്ക് അറിയണം. ടോളറൻസ് ടെസ്റ്റ്, അതേപോലെ ഫെലിങ്സ് ടെസ്റ്റ്. അപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും ടോളറൻസ് ടെസ്റ്റ് എന്താണ് എന്നുള്ളത്. എന്താണ് ടോളറൻസ് ടെസ്റ്റ്? യെസ്, നമ്മുടെ പ്രൈമറി സെക്കൻഡറി ആണോ? അല്ല, സോറി. ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ടോളറൻസ് ടെസ്റ്റ് അല്ലെ. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും വേർതിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഈ ടോളറൻസ് ടെസ്റ്റും ഫെലിങ്സ് ടെസ്റ്റും. സോ ടോളറൻസ് ടെസ്റ്റിൽ നമ്മുടെ റിയേജന്റ് ആരാ മക്കളെ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറൻസ് റിയേജന്റ്. ടോളറൻസ് റിയേജന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ടോളറൻസ് റിയേജന്റ് ദാറ്റ് ഈസ് അമോണിയാക്കൽ, സിൽവർ നൈട്രേറ്റ്, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അല്ലെ. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ ടോളറൻസ് റിയേജന്റ്. ആൻഡ് ഫെലിങ്സ് ടെസ്റ്റിൽ നമ്മൾ റിയേജന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫെലിങ്സ് സൊല്യൂഷൻ അല്ലെ. ഫെലിങ്സ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുക. ഫെലിങ്സ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 സൊല്യൂഷൻസിന്റെ ഒരു മിക്സ്ചർ ആണ് ഫെലിങ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ ഫെലിങ്സ് സൊല്യൂഷൻ എയും ഉണ്ട്, ഫെലിങ്സ് സൊല്യൂഷൻ ബിയും ഉണ്ട് അല്ലെ. എയും ബിയും കൂടെ മിക്സ് ആക്കും. ഫെലിങ്സ് സൊല്യൂഷൻ എയും ഫെലിങ്സ് സൊല്യൂഷൻ ബിയും കൂടെ നമ്മൾ ഈക്വൽ ആയിട്ട് എടുക്കും, എന്നിട്ട് അത് മിക്സ് ആക്കും. അതാണ് നമ്മുടെ റിയേജന്റ് ഫെലിങ്സ് ടെസ്റ്റിൽ. അപ്പൊ ആരാണ് ഫെലിങ്സ് സൊല്യൂഷൻ? എ ആരാണ് നമുക്ക് അറിയണം, ബി ആരാണ് നമുക്ക് അറിയണം അല്ലെ. എ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ബ്ലൂ കളറിലുള്ള നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അതാണ് ഫെലിങ്സ് സൊല്യൂഷൻ എ. ഈ ഫെലിങ്സ് സൊല്യൂഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? ദാറ്റ് ഈസ് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെലിങ്സ് സൊല്യൂഷൻ എ എന്താ, ബി എന്താന്നൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. എ നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്, മറക്കരുത്. ബി എന്താണ്? ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. അതിനെ റോഷൽ സോൾട്ട് എന്ന് വിളിക്കാറുണ്ട്. റോഷൽ സോൾട്ട് എന്നും ഈ ഫെലിങ്സ് സൊല്യൂഷൻ ബിനെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ 2 ടെസ്റ്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? 2 ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് അല്ലെ. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും വേർതിരിച്ചറിയാനാണ് നമ്മൾ ഈ ടെസ്റ്റ് യൂസ് ചെയ്യുക കേട്ടോ. യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആൽഡിഹൈഡ്സിനെ നമുക്ക് ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാം. ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ പറ്റും. പക്ഷെ കീറ്റോൺസ് അത്ര എളുപ്പമല്ല അല്ലെ. കുറച്ച് ഭീകരനാണ് കീറ്റോണിനെ നമുക്ക് അത്ര ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ടോളറൻസ് ടെസ്റ്റും ഫെലിങ്സ് ടെസ്റ്റും നമുക്ക് ഈസി ആയിട്ട് ആരെയും ഐഡന്റിഫൈ ചെയ്യാം. ആൽഡിഹൈഡ്സിനെ തിരിച്ചറിയാനായിട്ട് പറ്റും. ആൻഡ് കീറ്റോൺസ് എന്ത് തരില്ല? ഈ ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് തരൂല. ഓക്കെ, ഇനി എന്താണ് ഇവിടുത്തെ റിസൾട്ട്? പോസിറ്റീവ് റിസൾട്ട് എന്ന് മിസ് പറഞ്ഞു. പോസിറ്റീവ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യെസ്, നമ്മുടെ ടോളറൻസ് ടെസ്റ്റിലാണെങ്കിൽ
നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മുടെ ആൽഡിഹൈഡിനെ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ടോളറൻസ് റിയേജന്റ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾക്ക് ഒരു സിൽവർ മിറർ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഒരു സിൽവർ കളറിൽ ഒരു മിറർ പോലെ നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ അരികിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഫോർമേഷൻ ഓഫ് സിൽവർ മിറർ അല്ലെ, സിൽവർ മിറർ ആണ് ഉണ്ടാവുക. അപ്പൊ സിൽവർ മിറർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം യെസ് ഇറ്റ് ഈസ് എൻ ആൽഡിഹൈഡ്, അത് ആൽഡിഹൈഡ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫെലിങ്സ് ടെസ്റ്റിൽ നമ്മൾ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ആളിലേക്ക് ഫെലിംഗ് സൊല്യൂഷൻ ചേർത്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു റെഡിഷ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം തന്നിട്ടുള്ളത് ആൽഡിഹൈഡ് ആണ് അല്ലെ. കീറ്റോൺസ് നമുക്ക് ഈ ഒരു പ്രിസിപ്പിറ്റേറ്റ് തരൂല. ഓക്കെ, ആൽഡിഹൈഡ് മാത്രമാണ് എന്ത് തരിക, ഈ ഒരു റെഡിഷ് പ്രിസിപ്പിറ്റേറ്റ് തരിക. ഇനി ഇതിൽ തന്നെ മക്കളെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് മിസ് പറഞ്ഞു തരാം. നമ്മുടെ ഫെലിങ്സ് ടെസ്റ്റിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡ്സുകളാണ് പോസിറ്റീവ് റിസൾട്ട് തരുള്ളൂ. കീറ്റോൺസ് ഈ രണ്ട് ടെസ്റ്റിലും കീറ്റോൺസ് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് തരില്ല. ഓക്കെ, പക്ഷേ ആൽഡിഹൈഡിൽ തന്നെ നമ്മുടെ അരോമാറ്റിക് aldehydes do not respond to this test. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റ് അതായത് നമ്മുടെ ഫെലിങ്സ് ടെസ്റ്റ്. സോ ഫെലിങ്സ് ടെസ്റ്റിൽ മക്കളെ അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് എടുത്താൽ, അതായത് നമ്മുടെ ബെൻസാൽഡിഹൈഡ് അല്ലെ, അരോമാറ്റിക് ആൽഡിഹൈഡ് ഏതാ, നമ്മുടെ ബെൻസാൽഡിഹൈഡ് ഈ ഒരു ടെസ്റ്റ് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് തരൂല. എല്ലാ ആൽഡിഹൈഡ്സും തരും നമ്മൾ പറഞ്ഞെങ്കിലും നമ്മുടെ ഫെലിങ്സ് ടെസ്റ്റിൽ പോസിറ്റീവ് റിസൾട്ട് തരാത്ത ഒരു ആൽഡിഹൈഡ് ആണ് ബെൻസാൽഡിഹൈഡ് കേട്ടോ. അപ്പൊ അത് മറക്കണ്ട. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ടോളറൻസ് ടെസ്റ്റ് പഠിച്ചു. ടോളറൻസ് ടെസ്റ്റ് എന്താ, സിൽവർ മിറർ ടെസ്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇറ്റ് ഈസ് എ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും വേർതിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആണ്. ടോളറൻസ് റിയേജന്റ് ഏതാന്ന് മക്കൾ പഠിച്ചു. ഇറ്റ് ഈസ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ ടോളറൻസ് റിയേജന്റ് അല്ലെ. ടോളറൻസ് റിയേജന്റ് ചെയ്യുന്ന പരിപാടി എന്താ മക്കളെ, ആൽഡിഹൈഡ്സിനെ വളരെ ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്യിക്കും, എന്നിട്ട് സിൽവർ മിറർ ടെസ്റ്റ് ട്യൂബിൽ കിട്ടും. കീറ്റോൺസ് ഈ ടെസ്റ്റിൽ സിൽവർ മിറർ ഒന്നും തരൂല. ഓക്കെ, ആൻഡ് അടുത്തത് ആൽഡിഹൈഡ്സ് ആർ റെഡിലി ഓക്സിഡൈസ്ഡ് ബൈ ടോളറൻസ് റിയേജന്റ് ആൻഡ് ഫോം കാർബോക്സിലിക് ആസിഡ് അല്ലെ. ആൽഡിഹൈഡ്സ് നമുക്ക് കാർബോക്സിലിക് ആസിഡ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ആൻഡ് കീറ്റോൺസിനെ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനി ഫെലിങ്സ് ടെസ്റ്റ് നമ്മൾ പഠിച്ചു. ഫെലിങ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും വേർതിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഫെലിംഗ് സൊല്യൂഷൻ എ, ഫെലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറഞ്ഞ് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. രണ്ടിന്റെ മിക്സ്ചർ ആണ് നമ്മുടെ റിയേജന്റ് അല്ലെ. ഇപ്പൊ ഫെലിംഗ് സൊല്യൂഷൻ എ എന്താന്ന് മക്കൾ പഠിച്ചു. ഇറ്റ് ഈസ് ബ്ലൂ കളേർഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. ഇത് മറക്കരുത്, ഇപ്പോഴും ചോദിക്കും ഇത് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. അതാണ് നമ്മുടെ റോഷൽ സോൾട്ട് അല്ലെ, റോഷൽ സോൾട്ട് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി ഈ ടെസ്റ്റ് നമുക്ക് ആൽഡിഹൈഡ്സിനെ മനസ്സിലാക്കാം. കീറ്റോൺസ് ഈ ടെസ്റ്റ് തരൂല എന്ന് നമുക്കറിയാം. പക്ഷെ ആൽഡിഹൈഡ്സിൽ തന്നെ ബെൻസാൽഡിഹൈഡ് അല്ലെ, ബെൻസാൽഡിഹൈഡ് അഥവാ അരോമാറ്റിക് ആൽഡിഹൈഡ് ബെൻസാൽഡിഹൈഡ് ഈ ടെസ്റ്റ് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടില്ല. ഓക്കെ, ഇനി എന്താണ് പോസിറ്റീവ് റിസൾട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ആൽഡിഹൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് റെഡിഷ് പ്രിസിപ്പിറ്റേറ്റ് ടെസ്റ്റ് ട്യൂബിൽ കിട്ടും. ആൽഡിഹൈഡ് ആണെങ്കിൽ എന്താ കിട്ടുക മക്കളെ? റെഡ് കളറിലുള്ള പ്രിസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ കിട്ടുക. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ടോളറൻസ് ടെസ്റ്റും ഫെലിങ്സ് ടെസ്റ്റും നമ്മൾ അടിപൊളിയായിട്ട് ഇപ്പോൾ മനസ്സിലാക്കി, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ വേഗം പറഞ്ഞോ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട് ഗീവ്സ് പോസിറ്റീവ് ടോളറൻസ് ടെസ്റ്റ്? അപ്പോൾ പോസിറ്റീവ് ആണ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പോസിറ്റീവ് ആണ് ടോളറൻസ് ടെസ്റ്റ്. പോസിറ്റീവ് ടോളറൻസ് ടെസ്റ്റ് ആരാ തരിക? ആൽഡിഹൈഡ്സ് ആണ് തരിക. കീറ്റോൺസ് തരുമോ മക്കളെ? കീറ്റോൺസ് തരൂല. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ കീറ്റോൺസിനെ നമുക്ക് ഒഴിവാക്കേണ്ടത് ആദ്യം ഒഴിവാക്കുക അല്ലെ. ആരേനെ ഒഴിവാക്കാം? അസറ്റോഫീനോൺ, അസറ്റോൺ, ഇവരെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ആൾക്കാരാണ് അസറ്റാൽഡിഹൈഡും ബെൻസാൽഡിഹൈഡും. വേഗം പറഞ്ഞോ. ഇതില് ബെൻസാൽഡിഹൈഡ് നമ്മളിപ്പോൾ പഠിച്ചു അല്ലെ. ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് ആൽഡിഹൈഡ് ആണ്. അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആണ്. അരോമാറ്റിക് ആൽഡിഹൈഡ് ബെൻസാൽഡിഹൈഡ് അല്ലെ. ഇവൻ നമുക്കറിയാം, ഇവൻ നമുക്ക് ടോളറൻസ് ടെസ്റ്റ് പോസിറ്റീവ് തരും. പക്ഷേ
ഫെലിങ്സ് ടെസ്റ്റ് നമ്മൾ കണ്ട കാര്യമാണ്. അരോമാറ്റിക് ആൽഡിഹൈഡ് ആണെങ്കിൽ ഫെലിങ്സ് ടെസ്റ്റ് പോസിറ്റീവ് തരൂല അല്ലെ. അപ്പൊ ഇവൻ ടോളൻസ് ടെസ്റ്റ് തരും. ടോളൻസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് തരിക. പക്ഷേ ഇവന്റെ ഫെലിങ്സ് ടെസ്റ്റ് പൊട്ടും അല്ലെ. ഫെലിങ്സ് ടെസ്റ്റ് നമുക്ക് തരൂല, നെഗറ്റീവ് ആണ് തരിക. അപ്പൊ ആരാണ് നമ്മുടെ ആൻസർ മക്കളെ? ബെൻസാൽഡിഹൈഡ്. ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ടോളറൻസ് ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട്, പക്ഷെ ഫെലിങ്സ് ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ട് തരുന്ന ആള് ഇതില് ബെൻസാൽഡിഹൈഡ് ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നോക്കിക്കോ, ടോളറൻസ് ടെസ്റ്റ് ഫെലിങ്സ് ടെസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ആസിഡ്? തന്നിട്ടുള്ളതിൽ ആരാണ് സ്ട്രോങ്സ്റ്റ് ആസിഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഫ്ലൂറോ അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്, ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ്, ക്ലോറോ അസറ്റിക് ആസിഡ്, ഡൈഫ്ലൂറോ അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പൊ ആരാ ഫ്ലൂറോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ? അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? CH3COOH ആണ്. അപ്പൊ ഫ്ലൂറോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു ഹൈഡ്രജനെ കളയുക, അപ്പൊ CH2 ആയില്ലേ, ആ സ്ഥാനത്ത് ഒരു ഫ്ലൂറിനെ കൊണ്ടുവരിക, CH2Fi COH. ഇതാണ് ഫ്ലൂറോ അസറ്റിക് ആസിഡ്. ഓക്കെ, ദാറ്റ് ഈസ് CH2FCOOH. ഇനി ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാലോ? ട്രൈ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 3 അല്ലെ. അപ്പൊ 3 ഫ്ലൂറിനെ കൊണ്ടുവരിക, 3 ഹൈഡ്രജനെ കളയുക, ആ സ്ഥാനത്ത് 3 ഫ്ലൂറിനെ കൊണ്ടുവരിക, 3 ഹൈഡ്രജനെ കളയുക, ആ സ്ഥാനത്ത് 3 ഫ്ലൂറിനെ കൊണ്ടുവരിക, അപ്പൊ CF3COOH. ഇനി ക്ലോറോ അസറ്റിക് ആസിഡോ? അസറ്റിക് ആസിഡ് CH3COOH ആണ്. ക്ലോറോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു ഹൈഡ്രജനെ കളയുക, ആ സ്ഥാനത്ത് ഒരു ക്ലോറിനെ കൊണ്ടുവരിക, അപ്പൊ CH2ClCOOH. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഡൈഫ്ലൂറോ അസറ്റിക് ആസിഡ്. 2 ഫ്ലൂറിനെ കൊണ്ടുവരിക അല്ലെ. CH3COH ആണ് അസറ്റിക് ആസിഡ്, അതില് 2 ഹൈഡ്രജനെ കളയുക, 2 ഫ്ലൂറിനെ കൊണ്ടുവരിക, അപ്പൊ CHF2COOH. എന്ന് നിങ്ങൾ പറഞ്ഞതിൽ ആരാണ് സ്ട്രോങ്സ്റ്റ് ആസിഡ്? അപ്പൊ അസിഡിറ്റി നമ്മൾ എങ്ങനെ തീരുമാനിക്കുക? സ്ട്രോങ്സ്റ്റ് ആസിഡ് ആവണമെങ്കിൽ ഇലക്ട്രോൺ വിത്ഡ്രോവിങ് സബ്സ്റ്റിറ്റ്വൻസ് അല്ലെ. ഇലക്ട്രോൺ വിത്ഡ്രോവിങ് സബ്സ്റ്റിറ്റ്വൻസ്. ഇലക്ട്രോൺ വിത്ഡ്രോവിങ് സബ്സ്റ്റിറ്റ്വൻസ് വന്നു കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞാൽ അല്ലെ, ഇലക്ട്രോൺ വിത്ഡ്രോ ചെയ്യുന്ന ആൾക്കാര് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് സബ്സ്റ്റിറ്റ്വൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ആസിഡിറ്റി കൂടുമെന്ന് നമുക്കറിയാം. ആസിഡിറ്റി കൂടും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതില് ഫ്ലൂറിനും ക്ലോറിനും ആണ് ഇടയിൽ കയറി വരുന്നത് അല്ലെ. അപ്പൊ ഫ്ലൂറിനും ക്ലോറിനും കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ക്ലോറിൻ. നമുക്കറിയാം ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ക്ലോറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആളാണ് ഫ്ലൂറിൻ. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും, ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. സോ ഇലക്ട്രോണിനെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വിത്ഡ്രോ ചെയ്യാനുള്ള എബിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ആസിഡിറ്റി കൂടും. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ ഏതിലാണോ വന്നിട്ടുള്ളത് അതിന് ആസിഡിറ്റി കൂടുതലായിരിക്കും. ഫ്ലൂറിൻ കൂടുന്നതിനനുസരിച്ച് ആസിഡിറ്റി കൂടും. അപ്പൊ ഏതാ മക്കളെ? ഇതില് 3 ഫ്ലൂറിൻ വരുന്ന CF3COH ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡിനാണ് എന്ത് കൂടുതലുള്ളത്? ആസിഡിറ്റി കൂടുതലുള്ളത്. ആർക്കാണ്? ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡിനാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തതും വളരെ സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. ഈസിയാണ്. മിസ് എല്ലാം ഈസി എന്നാണ് പറയുന്നത് അല്ലെ. ഈസി ആയിട്ടുള്ളത് തന്നെയാണ്. ഇൻ ഓർഡർ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ C2H5NH2 and C6H5NH2 which of the following reagent is used? ഏത് റിയേജന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാം? ആരെയൊക്കെയാണ് വേർതിരിച്ചറിയേണ്ടത്? C2H5NH2 എന്ന് പറഞ്ഞാൽ നമ്മുടെ CH3 CH2 NH2. ദിസ് ഈസ് ഈഥൈൽ അമീൻ അല്ലെ. ഒരു അലിഫാറ്റിക് ആയിട്ടുള്ള അമീനാണ്. അലിഫാറ്റിക് അമീൻ ഓപ്പൺ ചെയിൻ ആണ് അല്ലെ. ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ഒരു അമീൻ.
പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് C6H5NH2. C6H5NH2 നമുക്ക് പരിചയമുള്ളതാണ്. C6H5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീനൈൽ ഗ്രൂപ്പ് വരയ്ക്കണം. ആൻഡ് അതിൻ്റെ മേലെ NH2. ഇതാരാ? ബെൻസിൻ റിങ്ങിൻ്റെ മേലെ NH2 നമ്മുടെ അനിലിനാണ്. അനിലിൻ ഒരു അരോമാറ്റിക് അമീനാണ്. ആണല്ലോ. അപ്പൊ ഇവര് തമ്മിലാണ് മക്കളെ നമുക്ക് വേർതിരിച്ചറിയേണ്ടത് അലിഫാറ്റിക് അമീനിനെയും അരോമാറ്റിക് ആയിട്ടുള്ള അമീനിനെയും അല്ലെ. അലിഫാറ്റിക് അമീനിനെയും അരോമാറ്റിക് അമീനിനെയും തമ്മിൽ വേർതിരിച്ചറിയാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഹിൻസ്ബർഗ് ടെസ്റ്റ് ആണോ, ബീറ്റാ നാഫ്തോൾ ആണോ, ക്ലോറോഫോമിൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണോ, അതോ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ? ഏതാണ് അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് അമീൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്? ഏതാ? വെരി ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്, ദാറ്റ് ഈസ് ബീറ്റാ നാഫ്തോൾ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക കേട്ടോ. സോ ബീറ്റാ നാഫ്തോൾ ടെസ്റ്റ്. ഈ ഒരു ബീറ്റാ നാഫ്തോൾ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരോമാറ്റിക് അമീൻസ് ലൈക്ക് അനിലിൻ അണ്ടർഗോ ഡയസോട്ടൈസേഷൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ അരോമാറ്റിക് ആയിട്ടുള്ള അനിലിൻ എടുത്തു. അതിനെ നമുക്ക് ഡയോസോട്ടൈസേഷൻ ചെയ്യാം. ഡയോസോട്ടൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക? നൈട്രസ് ആസിഡും ആഡ് ചെയ്യാം അല്ലെ. NaNO2HCl ആഡ് ചെയ്യാം. വെറുതെ ആഡ് ചെയ്താൽ പോരാ, 273 to 278 Kelvin ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? യെസ്, നമുക്ക് സോൾട്ട് കിട്ടും. ദാറ്റ് സോൾട്ട് ഈസ് N2+Cl- ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അല്ലെ. സോൾട്ട് കിട്ടി. ഇനി ഈ സോൾട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റാ നാഫ്തോളിനെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ബീറ്റാ നാഫ്തോളിനെ ചേർത്ത് കൊടുക്കാം. സോ ബീറ്റാ നാഫ്തോളിനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഡൈ കിട്ടും. ഒരു ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള അസോ ഡൈ കിട്ടും. ഓറഞ്ച് കളേർഡ് നൈട്രജൻ വരുന്ന ഒരു ഡൈ ആയതുകൊണ്ട് അസോ ഡൈ എന്ന് വിളിക്കാം. ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള ഒരു അസോ ഡൈ അല്ലെ. നൈട്രജൻ വരുന്ന ഒരു കോമ്പൗണ്ടാണ് കിട്ടുക, അതുകൊണ്ടാണ് അസോ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓറഞ്ച് കളേർഡ് അസോ ഡൈ ആണ് കിട്ടുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബീറ്റാ നാഫ്തോൾ ടെസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ അസോ ഡൈ ടെസ്റ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ടെസ്റ്റ് ആര് മാത്രമേ പോസിറ്റീവ് റിസൾട്ട് കാണിക്കുള്ളൂ? യെസ്, നമ്മുടെ അരോമാറ്റിക് ആയിട്ടുള്ള അമീൻസ്, അതായത് നമ്മുടെ അനിലിൻ മാത്രമാണ് ഇത് പോസിറ്റീവ് റിസൾട്ട് കാണിക്കുക. നമ്മുടെ ഈഥൈൽ അമീൻ ഇത് പോസിറ്റീവ് റിസൾട്ട് കിട്ടൂല. അതായത് നമുക്ക് ഓറഞ്ച് കളറിലുള്ള ഡൈ കിട്ടുക. ഓറഞ്ച് കളറിലുള്ള ഡൈ ആര് മാത്രമാണ് തരിക? യെസ്, ഓറഞ്ച് കളറിലുള്ള ഡൈ നമുക്ക് തരുന്നത് ഈ ഒരു അനിലിൻ മാത്രമാണ്. നമുക്ക് ഈ ഒരു കളറിലുള്ള ഡൈ കിട്ടുക. ഈഥൈൽ അമീനിന് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഈ ഓറഞ്ച് കളർ കിട്ടൂല. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ബീറ്റാ നാഫ്തോൾ ടെസ്റ്റ് മനസ്സിലായി. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റും. അതേപോലെ നമ്മുടെ CHCl3KOHന്റെ പരിപാടി. CHCl3KOH എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരേണ്ടത് എന്താ മക്കളെ? യെസ്, ക്ലോറോഫോമിൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ. ക്ലോറോഫോമിൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യെസ്, നമ്മുടെ കാർബൈൽ അമീൻ ടെസ്റ്റ് ആണ് അല്ലേ. കാർബൈൽ അമീൻ ടെസ്റ്റ്. അപ്പൊ ഈ ടെസ്റ്റ് രണ്ടെണ്ണം മക്കൾ അറിഞ്ഞിരിക്കേണ്ട വെരി ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ്. നമ്മുടെ ഹിൻസ്ബർഗ് ടെസ്റ്റും അതേപോലെ കാർബൈൽ അമീൻ ടെസ്റ്റും. ഹിൻസ്ബർഗ് ടെസ്റ്റ് ആൻഡ് കാർബൈൽ അമീൻ ടെസ്റ്റ്. ഓക്കെ, സോ ഹിൻസ്ബർഗ് ടെസ്റ്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഹിൻസ്ബർഗ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ്. ഓക്കെ, ദിസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി അമീൻസ് അല്ലെ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാ? ഹിൻസ്ബർഗ് റിയേജന്റ് അല്ലെ. ഹിൻസ്ബർഗ് റിയേജന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഹിൻസ്ബർഗ് റിയേജന്റ് ആരാ മക്കളെ? ഹിൻസ്ബർഗ് റിയേജന്റ് ആരാണിവൻ? ആരാണ് ഈ ഹിൻസ്ബർഗ് റിയേജന്റ്? ആരാണ്? മാസൊക്കെ ഇട്ടിട്ട് വരുന്ന ആളാരാണ്? യെസ്, നമ്മുടെ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, അതാണ് നമ്മുടെ ഹിൻസ്ബർഗ് റിയേജന്റ് കേട്ടോ.
വേണമെങ്കിൽ സ്ട്രക്ചർ മിസ് ഇവിടെ വരച്ചുതരാം. ഹിൻസ്ബർഗ് റിയേജന്റിന്റെ ബെൻസീൻ വരയ്ക്കുക, എസ് മേലെ ഡബിൾ ബോണ്ട് ഓ, താഴെയും ഡബിൾ ബോണ്ട് ഓ, Cl. ഓക്കെ, ബെൻസീൻ വരയ്ക്കുക ആൻഡ് സൾഫർ മേലെയും താഴെയും ഡബിൾ ബോണ്ടിൽ ഓക്സിജൻ കൊടുക്കുക ആൻഡ് Cl. ഇതാണ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അഥവാ നമ്മുടെ ഹിൻസ്ബർഗ് റിയേജന്റ്. ഓക്കെ, ഇനി ഹിൻസ്ബർഗ് റിയേജന്റ് വെച്ച് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞുതരാം. പ്രൈമറി അമീൻസ് ആണെങ്കിൽ അതിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ചേർത്താൽ നമുക്കൊരു സോൾട്ട് കിട്ടും. ആ സോൾട്ട് സൊല്യൂബിൾ ആയിരിക്കും, സൊല്യൂബിൾ ഇൻ ആൽക്കലി, ആൽക്കലിയിൽ സൊല്യൂബിൾ ആയിരിക്കും. ഇനി സെക്കൻഡറി അമീൻസ് ആണെങ്കിലോ മക്കളെ, സെക്കൻഡറി അമീൻസ് ആണെങ്കിൽ നമ്മൾ ഹിൻസ്ബർഗ് റിയേജന്റ് ചേർത്താൽ ഒരു സോൾട്ട് കിട്ടും, പക്ഷെ അത് ഇൻസൊല്യൂബിൾ ആയിരിക്കും, ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി. ഓക്കെ, അതിന് ടെറിഷ്യറി അമീൻസ് ആണെങ്കിലോ, ടെറിഷ്യറി അമീൻസ് ആണെങ്കിൽ ഹിൻസ്ബർഗ് റിയേജന്റ് ചേർത്താൽ സോൾട്ട് ഒക്കെ കിട്ടുമോ? ഇല്ല അല്ലെ. സോ ഇവിടെ നമുക്ക് സോൾട്ട് ഫോർമേഷൻ ഇല്ല. സോ പ്രൈമറി അമീൻസ് ആണെങ്കിൽ ഹിൻസ്ബർഗ് റിയേജന്റ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു സോൾട്ട് കിട്ടും, ആ സോൾട്ട് സൊല്യൂബിൾ ഇൻ ആൽക്കലി ആണ്. സെക്കൻഡറി അമീൻസ് ആണെങ്കിൽ ഹിൻസ്ബർഗ് റിയേജന്റ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾട്ട് കിട്ടും, ആ സോൾട്ട് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി ആണ്. ടെറിഷ്യറി അമീൻസ് ആണെങ്കിൽ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് അവർ പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല. സോ നോ റിയാക്ഷൻ എന്നും പറയാം, നോ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ആരാണ് ഹിൻസ്ബർഗ് റിയേജന്റ്? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അല്ലെ. ഈ ടെസ്റ്റ് എന്തിനാ യൂസ് ചെയ്യുക? പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി അമീൻസിനെ വേർതിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ഈ കാർബൈൽ അമീൻ ടെസ്റ്റ് ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. കാർബൈൽ അമീൻ ടെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന വേറൊരു പേര് ഓഫ്മാൻ ഐസോസയനൈഡ് ടെസ്റ്റ്. ഓഫ്മാൻ ഐസോസയനൈഡ് ടെസ്റ്റ്. ക്ലിയർ? യെസ്. അപ്പൊ ഈ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി അമീൻസിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആണ്, ഓഫ്മാൻ ഐസോസയനൈഡ് ടെസ്റ്റ്. സോ ദിസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ പ്രൈമറി അമീൻസ് അല്ലെ. പ്രൈമറി അമീൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് കാർബൈൽ അമീൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ടെസ്റ്റ് എങ്ങനെയാ ചെയ്യാന്ന് മിസ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഒരു പ്രൈമറി അമീൻ എടുത്തു, RNH2 അല്ലെ, പ്രൈമറി അമീൻ എടുത്തു. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്ലോറോഫോം CHCl3 പ്ലസ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ റിയേജന്റ്? കാർബൈൽ അമീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഓർത്ത് വെക്കുക, ക്ലോറോഫോമും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും, ക്ലോറോഫോമും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് R and ട്രിപ്പിൾ ബോണ്ട് C. ഇതിന് നിങ്ങൾക്ക് അറിയായിരിക്കും, ദിസ് ഈസ് ഐസോസൈനൈഡ്. ഇവനെ നമുക്ക് ഐസോസൈനൈഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇവനെ കാർബൈൽ അമീൻ എന്നും വിളിക്കാം, കാർബൈൽ അമീൻ. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു കാർബൈൽ അമീൻ കിട്ടും. പ്രൈമറി അമീൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ക്ലോറോഫോമും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും വെച്ച് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആണ് കാർബൈൽ അമീൻ അഥവാ ഐസോസൈനൈഡ്. അപ്പൊ ഈ കാർബൈൽ അമീൻ ഫോം ചെയ്തു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുക? പ്രത്യേകിച്ച് എവിടെയും മനസ്സിലാക്കാൻ പോകണ്ട, ഒരു ചീത്ത സ്മെല്ല് വരും അല്ലെ, ഒരു ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ് കാർബൈൽ അമീൻ എന്ന് പറയുന്നത്. ഒരു ചീത്ത സ്മെല്ല് വരും, ഒരു ഫൗൾ സ്മെല്ലിംഗ് ആണ്, ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ ഒരു ചീത്ത സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് ഒരു പ്രൈമറി അമീൻ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും കിട്ടും, KCl കിട്ടും, H2O കിട്ടും. സോ ബാലൻസ് ചെയ്ത് എഴുതിയാൽ 3KOH, 3KCl, 3H2O. ഓക്കെ, സോ ഇതാണ് റിയാക്ഷൻ അല്ലേ. സോ RNH2 പ്ലസ് CHCl3 പ്ലസ് 3KOH ഗീവ്സ് കാർബൈൽ അമീൻ അല്ലെ, RNC പ്ലസ് 3KCl പ്ലസ് 3H2O. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാർബൈൽ അമീൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈമറി അമീൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ്. അപ്പോൾ എല്ലാ ടെസ്റ്റും നമ്മൾ കണ്ടു അല്ലെ. ഹിൻസ്ബർഗ് ടെസ്റ്റ് കണ്ടു, ബീറ്റാ നാഫ്തോൾ ടെസ്റ്റ് കണ്ടു, അതേപോലെ തന്നെ കാർബൈൽ അമീൻ ടെസ്റ്റ് കണ്ടു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതാണ് വരുന്നത്? നമ്മുടെ ബീറ്റാ നാഫ്തോൾ ടെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിലായിട്ട് പഠിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ ആകെ ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.